കടം വാങ്ങുന്നതിൻ്റെ പരിധി എത്ര? കടക്കണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും കാണാം. നിങ്ങൾക്ക് വീട്ടാവുന്നതിലും അപ്പുറം കടം വരുന്നത് അപകടകരമാണ്. വീട്ടാവുന്ന കടം എത്രയെന്ന് എങ്ങനെ കണക്കാക്കും? ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പ നൽകുമ്പോൾ നിഷ്കർഷിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. എത്രയാണോ മാസവരുമാനം അതിൻ്റെ 50% മാത്രമേ EMI വരാൻ പാടുള്ളൂ എന്ന്. ജീവിത ചെലവുകൾക്ക് വേണ്ടിയാണ് ബാക്കി 50% തുക. ബാങ്കുകൾ ലോൺ അനുവദിക്കുന്നത് പോലെ കരുതലോടെ വേണം ബാധ്യതകൾ ഏറ്റെടുക്കാൻ. മാസവരുമാനം മുഴുവൻ കടം വീട്ടാനുള്ളതല്ല എന്ന് ഓർമ്മ വയ്ക്കണം. വരുമാനത്തിൻ്റെ 50% ബാധ്യതകളില്ലാതെ കയ്യിൽ കിട്ടുന്ന തരത്തിലെ കടം വാങ്ങാവൂ. വായ്പാ ഭാരം കൂടുമ്പോൾ ചെലവ് കൂടും. താങ്ങാനാകാവുന്ന പലിശയിലെ വായ്പ എടുക്കാവൂ. അപ്രതീക്ഷിത ചെലവുകളും മനസ്സിൽ കാണണം. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ ധനം അഥവാ റിസർവ് ഫണ്ട് അക്കൗണ്ടിലുണ്ടാകണം. അതല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ വായ്പാ തിരിച്ചടവ് പോലെയുള്ളവയെ അത് ബാധിക്കും. താങ്ങാനാവുന്ന വായ്പയും പലിശയും വരുമാനത്തിനനുസരിച്ചുള്ള തിരിച്ചടവ് രീതി എന്നിവയാണ് വായ്പയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.